ചെമ്പന്താള് കറി വെക്കാനാണ്. അതതിൻ്റെ നാരെല്ലാം എടുത്ത് വെച്ചിരിക്കുക. നാരൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് ഇനി ഇത് മുട്ട അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് പച്ചമുളക് ഉള്ളിയും കയറിയിട്ട് തേങ്ങ ഇട്ട് വെക്കണം. തേങ്ങ ചിരണ്ടിയിട്ട്, അല്ലെങ്കിൽ തേങ്ങ ഇട്ടില്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞാനിപ്പോൾ വെച്ച് കാണിക്കാം. ചീമച്ചെമ്പിൻ്റെ താള് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ പച്ചമുളക്, ചെറിയ ചുവന്നുള്ളി, കറിവേപ്പില. ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കുകയാണ് വേവിക്കാം. ഒരു അരിഞ്ഞുള്ളിയിലേക്ക് ആക്കി ഉപ്പിടുകയാണ്. അല്പം ഉപ്പ് മതി, വെന്ത് കഴിയുമ്പോൾ ഇച്ചിരിയേ കാണുള്ളൂ. അപ്പോൾ ഇനി അടുപ്പിൽ വെക്കാം. ഗ്യാസ് ഓണാക്കി അടുപ്പിൽ വെച്ചു അടച്ച് വെക്കാം. ഇത് വെള്ളമുള്ള സാധനമാണ്. ഇതിനകത്ത് നിറച്ച് വെള്ളം, നല്ല വെള്ളമേ ഉള്ളതാണ്. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. എനിക്ക് ജലദോഷമായതുകൊണ്ട് ശബ്ദത്തിനൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ച് ചുവന്നുള്ളി ചേർത്ത് ഇനി ബാക്കി എടുത്ത് ഇതിലിട്ട് അടച്ച് വെച്ചേക്കാം. അടുത്ത കറി വെക്കാൻ നേരം ഇതെടുത്താൽ മതിയല്ലോ. ഒന്ന് ഇളക്കി അടയ്ക്കാം. ഇത്രയും വരെ ആയി. അങ്ങനെ സ്വല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്തപ്പോൾ ഒരു ഇച്ചിരി ഒരു കളർ വരും. കുറച്ചുകൂടെ വരാനുണ്ട്. ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇത് പുളിയൊന്നും ചേർക്കണ്ട. തേങ്ങ ചിരണ്ടിയിട്ടാൽ തോരനാകും. ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് മെഴുക്കുവരട്ടി പോലെ വെക്കാനാണ് തേങ്ങയുടെ ആവശ്യം. ഇതിന് പുളിയും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ചൊറിയല്ല, ചൊറിയൻ ചേമ്പല്ല, ചീമച്ചെമ്പെന്ന് പറയും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ട് കിളിപ്പിച്ചെടുക്കുന്നതാണ്. എനിക്കില്ല, ഞാൻ വേറെ ഒരിടത്തുനിന്ന് കൊണ്ടുവന്നു. എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് ചീമച്ചെമ്പൊന്നുമില്ല. കാരണം ഇവിടെ എല്ലാം മൊത്തം പന്നി ശല്യമാണ്. ഒരു ചേനയോ ചേമ്പോ ഒന്നും നടാൻ പറ്റത്തില്ല. എല്ലാം പന്നി വന്ന് കുത്തി മാന്തിയിരുന്നു. ഒന്നും ഇല്ലെങ്കിൽ പോലും നേരം വിളക്കുമ്പം പന്നി കുത്തി ഇട്ടിരിക്കുകയാണ് മുറ്റം എല്ലാം. ശരിയെന്നാ. അപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു കേട്ടോ. നല്ല വെന്ത് നല്ല ടേസ്റ്റാണ്. പുളി ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉള്ള എരിവ്, വലിയ എരിവൊന്നുമില്ല. 2 പച്ചമുളക് കിട്ടുള്ളൂ. ശരി, ഓക്കെ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ചെയ്യണം.